ഹലോ ഫോക്സ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ ചാനലിൽ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാക്കാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആയി തീരുമെന്ന് തോന്നുന്നു. അതുപോലൊക്കെ ഉള്ള വീഡിയോസാണ് കഴിഞ്ഞ 1-2 തവണയായിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ റിസൈൻ ചെയ്തിരുന്നു. റിസൈൻ ചെയ്തിട്ട് എനിക്ക് 3 കോളുകൾ വന്നു. 3 എൻ്റെ ഫോണിൽ തന്നെ. ഇപ്പോൾ ക്ലയൻറ്റ് ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് HCL ആയിട്ട് അങ്ങനെ നേരിട്ട് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. മെയിലുകൾ പോലും അപൂർവമായിട്ടേ ചെക്ക് ചെയ്യാറുള്ളൂ. അങ്ങനെ HR വിളിച്ചിരുന്നു. HR ഒരു ഡീറ്റെയിൽഡായിട്ട് ഇതെല്ലാം കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. ഇവിടുത്തെ വിടാനുള്ള കാരണം, പുതിയ ജോലി എങ്ങനെയായിരിക്കും, ഇവിടുന്ന് എന്തായാലും എനിക്ക് ജോലി, ഞാൻ പറഞ്ഞു ജോലി യാത്ര ഭയങ്കര ശരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു, ദൂരം കൂടുതലാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ പുതിയ ജോലിയിൽ എനിക്കൊരു ഹൈക്ക് കിട്ടി. അപ്പോൾ ഒരു ഹൈക്ക് എന്തായാലും മാച്ച് ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ അതിനെക്കുറിച്ച് ചോദിച്ചു. പിന്നെ എന്നെ ഒരു മാനേജർ വിളിച്ചു. എനിക്ക് ഈ ടീമിൽ നിന്ന് കുറച്ച് കംപ്ലൈൻറ്റുകൾ പോകുന്നു എന്ന് പറഞ്ഞു. ഇച്ചിരി ഓവർ വർക്കാണ് എല്ലാവരും. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞ് മെയിൽ അയക്കാൻ പറഞ്ഞു. ഞാൻ അയച്ചിട്ടില്ല. പിന്നെ വേറൊരാൾ വിളിച്ചു, വേറൊരു മാനേജർ HCL തന്നെ. പുള്ളിയോട് ഞാനങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ചെറിയൊരു പേടി, വിഷമം എല്ലാം ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു സ്ഥിരം ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു ജോലിയായിരുന്നു കഴിഞ്ഞ 1.5 വർഷമായിട്ട്. അപ്പം അത് കളയാനൊരു മടി. പക്ഷേ എനിക്ക് എന്നെക്കുറിച്ച് തോന്നുന്നത്, എനിക്കിങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി കുത്തിയിരുന്ന് ജോലി ചെയ്യാനുള്ള, അതിന് വേണ്ടിയിട്ടല്ല, ഐ വാസ് നോട്ട് ബിൽഡ് ഫോർ ദിസ് എന്നുള്ളൊരു ഫീലിംഗ്. കാരണം ഞാൻ ഇതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഈ ജോലിയിലേക്ക് വന്നപ്പം അത് കുറച്ച് മിസ് ചെയ്തു. അതിൻ്റെ കുറച്ച് ഫ്രീഡം, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ടോട്ടലി അപ്പാടെ നിന്നു. പുതിയ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇത് എൻ്റെ നല്ല 1-2 ടീമുമായിട്ട് ജോലി ചെയ്തു. കുറേ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ പറയുമല്ലോ അവർ, വി മസ്റ്റ് നോട്ട് ബി കംഫർട്ടബിൾ, ബി അൺകംഫർട്ടബിൾ എന്ന് പറയില്ല. അപ്പം ആ ഒരു പരിപാടിയിലേക്ക് ആണ് ഞാനിപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എൻ്റെ അനിയത്തി, പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് വേറൊരു സ്ഥലത്താണ് താമസം. എൻ്റെ അനിയത്തിയും അളിയനും ഒരു പുതിയൊരു പരിപാടിയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട്. അപ്പം ഞാൻ അവരെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ കൂടുന്നു. അതാണ് ഈ പുതിയ സംരംഭം. അത് ഏത് രീതിയിൽ പോകും, എന്തായിത്തീരും, അതും ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല. ഇന്ന് 1-2 ദിവസം കൊണ്ട്, ഇന്നും നാളെയൊക്കെ ആയിട്ട് അത് അറിയും. അപ്പോൾ അവരിവിടെ വന്നിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കോൺക്രീറ്റ് കൺക്ലൂഷനിലേക്ക് മേ ബി നാളെ വൈകുന്നേരത്തോടു കൂടി എത്തുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വേറൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. ഇതുപോലത്തെ കുറച്ച് ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതാണൊരു പേടി. കാരണം പ്രീവിയസ് ഇത് ഇങ്ങനെ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിലൂടെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി ഞാൻ. പക്ഷെ ആ ഒരു പരിപാടിയിലേക്കാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അതാണ് ഈ ഒരു പേടി. ബട്ട് നോക്കാം എന്തായിത്തീരും. അതിൻ്റെ ഡീറ്റെയിലായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഞാൻ HCL എങ്ങനെ ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ള കാര്യം ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നടന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ വീട്ടിനകത്ത് ചെറിയൊരു റെനോവേഷൻ നടന്നു നിൽക്കുകയാണ്.
കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇതിൻ്റെ പുറകിലാണ്. 10 അല്ല 12 ദിവസമായി. ഇനിയും പണി തീർന്നിട്ടില്ല. വൈഫും കുട്ടിയൊന്നും ഇവിടെ ഇല്ല. ഇതിവിടെ മൊത്തം പൊടിയും എല്ലാം അലങ്കൂരമായിട്ട് കിടക്കുകയാണ്. അപ്പം അതിൻ്റെ സ്ട്രെസ്സ്, ഈ ജോലി വിടുന്നതിൻ്റെ അത് എല്ലാം കൂടെ ആയപ്പോൾ ഒരുമാതിരി എനിക്ക് ഒന്നിനും തോന്നുന്നില്ല. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് അത് മാറി ഒന്ന് ആക്റ്റീവ് ആവണമെന്നുണ്ട്. പുതിയ സ്ഥലത്ത് ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു, എല്ലാവരോടും ഇല്ല, ചില സെലക്ട് ആളുകളോടൊക്കെ പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നില്ല അവരാരും ഇതുപോലെ 2 മാസം കൊണ്ട് വന്ന് റിസൈൻ ചെയ്ത് പോയ ആളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അവർക്കത് കാണാനുള്ള ഭാഗ്യം ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ അതിനെക്കുറിച്ചുള്ളത് ഉടനെ ഇടാം. ഇപ്പം അതിനുള്ള എനർജി എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചിട്ടാണ് കണ്ണ് മഞ്ഞളിക്കുന്നത്. എനിക്ക് കണ്ണട ഇല്ലാതെ ശരിക്ക് കാണാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു പച്ച ഡോട്ടുണ്ട്, അതിലേക്ക് നോക്കാനാണ് എൻ്റെ ശ്രമം. അതാണ് കണ്ണിടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്ന് ഈ ഞായറാഴ്ച ഇടാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കുന്നതാണ്. ഐ എം സോറി. സീ യു സൂൺ. ബൈ.